പരിശുദ്ധ 25 നോൻപിൻ്റെ 2-ാം ഞായറിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. വിശുദ്ധ യൗസേപ്പിനെ ഒരു ധ്യാന വിഷയമാക്കുന്നത് ഉത്തമമാണെന്ന് എനിക്ക് തോന്നുന്നു. അവളുടെ ഭർത്താവ് ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-20 വചനങ്ങൾ. ഒരാശങ്കയുടെ നിമിഷം, ഒരു ചോദ്യചിഹ്നത്തിൻ്റെ നിമിഷം, മുൻപോട്ട് പോകാൻ വയ്യാതെ പതറി നിൽക്കുന്നൊരു നിമിഷത്തിൽ നിന്റെ അടുത്തേക്ക് കാവൽ മാലാഖ എത്തും. ഇതാണ് ഒരു ദൈവവൈതലിൻ്റെ ധൈര്യം. പകച്ചു നിൽക്കുന്ന അനുഭവത്തിൽ അയൽവക്കങ്ങളിലേക്ക് നീ ഓടേണ്ടതില്ല. ഒരുപക്ഷെ നിന്നെ ഗൈഡ് ചെയ്യും എന്ന് ഉറപ്പുള്ള അനേകം ബുദ്ധിമാന്മാരിലേക്ക് നീ പായേണ്ടതില്ല. എവിടെ എനിക്ക് ഇനി ഒരു ഉത്തരം എന്ന് പതറി അങ്ങോട്ടും ഇങ്ങോട്ടും അലയേണ്ടതില്ല. സ്വർഗം നിനക്കായി ഒരു മാലാഖയെ അയക്കും. ജോസഫിന് ഒരു ദൂത് ലഭിക്കുകയാണ്. സ്വർഗത്തിൻ്റെ പരിശുദ്ധാത്മാവ് യൗസേപ്പിനോട് സംസാരിക്കുകയാണ്. നീ പതരണ്ട, നീ തളരണ്ട, ഭയം നിനക്കിനി വേണ്ട. കാരണം എന്താ അറിയാമോ? അവൾ പരിശുദ്ധാത്മാവിനാലാണ് ഗർഭം ധരിച്ചിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, സ്വർഗത്തിൻ്റെ സ്വരം ആണ് നമ്മളെ നേർപാതയിലേക്ക് നയിക്കുന്നത്. പ്രശ്നങ്ങളിലേക്ക് നോക്കി വീണ്ടും പതറുന്നതിൽ എന്തർത്ഥമാണുള്ളത്? കയങ്ങളിലേക്ക് വീണിരിക്കുന്ന ഒരുവൻ വീണ്ടും കയത്തിലേക്ക് നോക്കുമ്പോൾ എങ്ങനെ എഴുന്നേൽക്കാൻ കഴിയും? പ്രശ്നം നിന്നെ മൂടിക്കളയില്ലേ? ആ തിരകൾ നിന്നെ മൂടിക്കളയില്ലേ? നിനക്കെങ്ങനെ എഴുന്നേൽക്കാൻ കഴിയും? ഈ പ്രഭാതത്തിൽ യൗസേപ്പ് തരുന്ന മനോഹരമായ ഒരു പാഠം ഇതാണ്. എഴുന്നേൽക്കാനുള്ള കരം സ്വർഗം തന്നെ നിനക്ക് നീട്ടിത്തരുമ്പം അത് പിടിവള്ളിയായി കാണണം. സുഹൃത്തു വലയങ്ങളുടെ ശബ്ദത്തിനല്ല, പിന്നെയോ നീ സ്വർഗത്തിൻ്റെ ശബ്ദത്തിന് വിലമതിക്കണം. അങ്ങനെ ചെവി കോർത്താൽ ആ ഇരുണ്ട യാമങ്ങളിൽ എല്ലാ നക്ഷത്രങ്ങളും കെട്ടു എന്ന് തോന്നുന്ന പകച്ചു നിൽക്കുന്ന അനുഭവത്തിൽ ഒരു മിന്നാമിന്നുങ്ങ വെളിച്ചം പോലും നിനക്കായി പ്രതീക്ഷ തരാൻ ഇല്ലല്ലോ എന്ന ചോദ്യചിഹ്നമായി പകച്ചു നിൽക്കുമ്പോൾ ഒരു ദൈവ പൈതലിനുള്ള കോൺഫിഡൻസിൻ്റെ ശബ്ദം സ്വർഗം തന്നെ നിനക്കായി നൽകും എന്നത് യൗസേപ്പ് ഒരു പാഠമാണ്. സ്വർഗം അതിന് സന്നദ്ധനായി നിൽക്കുകയാണ്. യൗസേപ്പ് അതിലേക്ക് ചായുകയാണ്. ഒരു വേണോ വേണ്ടയോ എന്നുള്ള പതർച്ചയില്ല. യൗസേപ്പിൻ്റെ തീരുമാനമാണത്. യൗസേപ്പ് സ്വർഗത്തിൻ്റെ ശബ്ദത്തിനൊത്ത് നീങ്ങി. യൗസേപ്പിനോട് ചേർന്ന് പറയാം ഒരു നല്ല ആമേൻ. ദൈവവൈതലേ, നിന്റെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം യൗസേപ്പ് പിതാവിൻ്റെ ധ്യാനം ഏറ്റെടുക്കാനും ഹൃദയപൂർവ്വം ഇതുപോലെ ആമേൻ പറയാനും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആമേൻ.